സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞില്ല, ഇശാഇന്റെ ശേഷം വെറുതെ സംസാരിക്കാൻ പാടില്ല. അവിടെ ഒരു അതിഥിയെ മാനിച്ചുകൊണ്ട് ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ പിന്നെ അതിഥിയെ വല്ലാതെ സൽക്കരിക്കാനും അവരെ ബഹുമാനിക്കാനും വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ അതിഥിയോട് നമ്മൾ സംസാരിക്കണം. അത് സംസാരിക്കാതെ നമ്മൾ വേഗം ഉറങ്ങാൻ പാടില്ല. അത് ഒഴിച്ച് വെറുതെ സംസാരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം സുബ്ഹിക്ക് നേരത്തെ ഉണരുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് സുബ്ഹിക്ക് നേരത്തെ ഉണരാനുള്ള ശ്രമങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിനെ, ശരീരത്തെ ജിഹാദ് ചെയ്തുകൊണ്ട് നമ്മളൊക്കെ പാകപ്പെടുത്തിയെടുക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, രാത്രി ഭക്ഷണം വളരെ വൈകി കഴിച്ചാൽ നമുക്ക് ഉണരാൻ പ്രയാസമുണ്ടാവും. അത് കുറച്ച് നേരത്തെ കഴിക്കുക. ഇനി അഥവാ വൈകി കഴിക്കുകയാണെങ്കിൽ തന്നെ വയറ് ഫിറ്റാക്കാതെ താൽക്കാലിക ഒരു ആശ്വാസത്തിന് വേണ്ടി കഴിച്ചാൽ തന്നെ നമുക്ക് ഉണരാൻ കഴിയും. മറ്റൊന്ന്, നമ്മുടെ ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം, അത് ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നു, അതിൻ്റെ ആ സ്ക്രീനിൽ നിന്ന് പതിയുന്ന, കണ്ണിലേക്ക് പതിയുന്ന ആ ലൈറ്റ് നമ്മുടെ ഉറക്കില്ലാതാക്കുക. അപ്പോൾ നമ്മൾ പരമാവധി ഇശാഇന് ശേഷം മൊബൈലിന്റെ ഉപയോഗം, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചൊല്ലാനും പറയാനൊക്കെ ചിലപ്പോൾ മുസാഫോ അല്ലെങ്കിൽ ചില ഔറാദുകളൊക്കെ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് മൊബൈൽ തന്നെ ആയി മാറി. അപ്പൊ അതൊക്കെ വേഗം ചൊല്ലി തീർത്ത് പിന്നെ വെറുതെ നമ്മൾ മൊബൈൽ നോക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ നമ്മളെ കണ്ണിലേക്ക് ആ മൊബൈലിന്റെ സ്ക്രീൻ ഇങ്ങനെ പതിയുന്നതനുസരിച്ച് ഉറക്കിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു. അപ്പൊ പരമാവധി നിയന്ത്രിക്കുക. അങ്ങനെ നമ്മൾ പാകപ്പെടുത്തുക. മറ്റൊന്ന്, ഇനി അങ്ങനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ സൂറത്തുൽ കഹ്ഫിലെ അഫഹസിബ്തും മുതൽ അവസാനം വരെ ഞാൻ ഇന്ന സമയത്ത് ഉണരണം എന്ന നെയ്യത്തോടു കൂടെ അത് ഓതിയാലോ നമുക്ക് നേരത്തെ ഉണരാൻ കഴിയും. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യൂല. നമ്മളങ്ങനെ തന്നെ പോയിട്ട് കെടുക്കും. പിന്നെ ഉറക്ക് കാട് കയറും. പിന്നെ പിശാച് ഉറങ്ങിക്കട, അലയിലം തൊവീല അലയിലം തൊവീല, രാത്രി ഇനിയില്ല, ഇപ്പൊ തന്നെ എണീക്കണം. നമ്മൾ 4 മണിക്ക് എണീച്ചാൽ തന്നെ ഇനിയില്ല, അരമണിക്കൂർ ഉറങ്ങിക്കോ പറയും. നമ്മളിങ്ങനെ ഉറങ്ങും. ഉണർന്നിട്ട് പിന്നെ ഉണ്ടല്ലോ നമ്മളൊരു കിടക്കല്. ആ കിടത്തം നമ്മെ ആകെ വ്യാപിക്കും. പിന്നെ സുബ്ഹി ജമാഅത്തും ഉണ്ടാവൂല. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പാകപ്പെടുത്തി സുബ്ഹി ജമാഅത്തിന് വേണ്ടി വരാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഉമ്മി മക്തും റളിയല്ലാഹു അൻഹ, കണ്ണ് കാണൂലല്ലോ, കണ്ണ് കാണാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ്. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, രാത്രി മദീനയിൽ അന്നത്തെ കാലത്ത് വലിയ ഇത്ര ഒരു വെളിച്ചൊന്നും വെക്കാത്തൊരു സമയമല്ലേ. അപ്പോൾ ഏജന്തുക്കളും മറ്റു തടസ്സങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പള്ളിയിലേക്ക് പോകാതിരിക്കാൻ വല്ല പഴുതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഉണ്ട് എന്ന മറുപടി കിട്ടിയപ്പോ, എന്നാൽ ബാങ്ക് കേട്ടിട്ടും അദാന് കേട്ടിട്ടും പള്ളിയിലേക്ക് വരുന്നില്ലെങ്കിൽ തീർത്തും തെറ്റാണ്, പള്ളിയിലേക്ക് വരണം എന്ന് ആരോടാ പറയുന്നത്? കണ്ണ് കാണാത്ത ഉമ്മി മക്തും റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവെങ്കിൽ അല്ലാഹു തആല നമുക്ക് കണ്ണ് തന്നിട്ടുണ്ട്, നമുക്ക് സ്കൂട്ടി തന്നിട്ടുണ്ട്, നമുക്ക് മൊബൈലും ഉണ്ട്, ചുറ്റുഭാഗത്തും കാടുകളുള്ള പ്രയാസമില്ല. പണ്ട് കാലത്തൊക്കെ വയസ്സായ ആളുകളോട് ചോദിച്ചാൽ കാടുകൊണ്ട് അവർക്ക് പ്രയാസമായിരുന്നു. കാട്ടിൽ നിന്ന് എന്തെങ്കിലും ഏജന്തുക്കൾ വരുമോ അല്ലെങ്കിൽ മൃഗങ്ങൾ വരുമോ, എന്നിട്ടും അവർ ചൂട്ടും കത്തിച്ച് ഉള്ള ടോർച്ചും വെച്ചിട്ട്, പണ്ടത്തെ കാലത്ത് ബാറ്ററി ഇങ്ങനെ തിരികിയിട്ട് വരുന്ന ആ ടോർച്ചായിരുന്നു, എങ്കിലും അവരെങ്ങനെങ്കിലുമൊക്കെ പള്ളിയിലേക്ക് വരും. നമുക്ക് എല്ലാ സംവിധാനം ഉണ്ടായിട്ട് നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഉണരണം. നമുക്ക് സുബ്ഹി ജമാഅത്ത് അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആയുധമാക്കണം. പണ്ടൊക്കെ നമ്മളെ പേടിച്ചിരുന്നത് മുസ്ലിമുകളെ ഓന് സുബ്ഹി നിസ്കരിക്കുന്ന ആളാണ്, ഒരു പേടി ഉണ്ടായിരുന്നു.
നമുക്കതിനോടുള്ള ആ ഒരു ഈമാനെ കുറഞ്ഞത് കൊണ്ടാണ് എന്ന് നമ്മൾ തീർത്തും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, സുബ്ഹി, ആ സുബ്ഹി ജമാഅത്തിന്റെ ഫളീലത്ത് എത്രയാണ്. മൻ സ്വല്ലാ സ്വലാത്തൽ ഫജ്രി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. എല്ലാവരും സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന് തന്നെ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് അവൻ. ഇത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തന്നെ. അപ്പൊ നമുക്ക് ആ സുബ്ഹി ജമാഅത്തോടുകൂടെ സുബ്ഹി വക്തണ്ട് കിട്ടിയാൽ പിന്നെ അന്ന് വളരെ റാഹത്തായി മാറും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഇന്നു മുതൽ നമ്മളാണ് തീരുമാനിക്കുക, എത്ര ശ്രമിച്ചിട്ടെങ്കിലും ഞാൻ സുബ്ഹി ജമാഅത്തിന് പള്ളിയിലെത്തും എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അല്ലാഹു നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതേ രൂപത്തിൽ തന്നെ മറ്റൊരു വിഷയമാണ് ജുമുഅക്ക് വളരെ വൈകി പോവുക. നമുക്കുണ്ടാകാൻ പാടില്ല. ഇന്നും 10:30 മണിയാകുമ്പോഴേക്ക് പള്ളിയിലെത്തുന്ന പലരും ഉണ്ട്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയതൊരു ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പെങ്കിലും, അങ്ങനെയല്ല വേണ്ടത്, ഒരു ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് പള്ളിയിലെത്തി സൂറത്തുൽ കഹ്ഫും അതിന് സ്വലാത്തൊക്കെ ചൊല്ലി ഇരിക്കുന്ന ആ ഒരു റാഹത്ത് വേറൊന്നിനും കിട്ടൂലല്ലോ. എത്രയാണ് അതിന്റെ ഓഫറുകൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യം വരുന്നവർക്ക് ഒട്ടകത്തിന്റെ കൂലി തരാം, പിന്നെ വരുന്നവർക്ക് പശുവിന്റെ കൂലി തരാം, പിന്നെ വരുന്നവർക്ക് ആടിനറുത്തതിന്റെ കൂലി തരാം. അങ്ങനെ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ എപ്പോഴാണ് ജുമുഅക്ക് വരുന്നത്? ഓരോരുത്തരും ഓരോരുത്തരുടെ നഫ്സിനോട് ചോദിച്ചു നോക്കുക. അപ്പോ നമുക്കതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. നല്ല നല്ല സ്വാലിഹായ കർമ്മങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ആഴ്ചയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് ജുമുഅ എന്ന് പറയുന്നത്. ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ, മിസ്കീന്മാരുടെ ഫുഖറാക്കളുടെ ഹജ്ജാണ് ജുമുഅ. അതൊക്കെ നമ്മളെ മുഅദ്ദിൻ മാശർ വിളിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തി തരികയാണ്, എല്ലാ ആഴ്ചയിലും ഓർമ്മപ്പെടുത്തി തരും. പക്ഷേ നമ്മൾ വരുന്നത് ചിലപ്പോ വാങ്ങും കൊടുത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഒരാൾ ഖുതുബ തുടങ്ങിയതിന്റെ ശേഷം വന്നു എങ്കിൽ ദുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് പോലെ നിസ്കരിക്കരുത്. പിന്നെ ഒരു പഴുത്, അതെന്താ? അത് അവൻ തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നുണ്ടല്ലോ. അപ്പൊ ആ തഹിയ്യത്തിന്റെ കൂട്ടത്തില് ദുഹറിന്റെ മുമ്പുള്ള 2 റക്അത്തിന്റെ നിയ്യത്തും കൂടെ വെച്ചിട്ട് അതിന് കുഴപ്പമില്ല, അങ്ങനെ അവിടെ പറയുന്നത്. അല്ലാതെ ദുഹറിന്റെ മുമ്പ് നിസ്കാരം പോലും ഖുതുബ തുടങ്ങിയാൽ പിന്നെ നിസ്കരിക്കരുത് എന്നാണ്. പക്ഷെ പിന്നെ തഹിയ്യത്ത് നിസ്കരിക്കുമ്പോൾ അതിന്റെ കൂടെ വെച്ചിട്ട് നിസ്കരിക്കാം എന്നാ പറഞ്ഞു. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഖുതുബ. നമ്മൾ വരുന്നത് ഖുതുബ കഴിയാൻ നേരത്ത് ഇങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഈ 2 സംഗതികൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ കാണുകയും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മെല്ലെ 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 ഓരോ അമലുകളും പടിപടിയായി വളർത്തിക്കൊണ്ടുവരാൻ നമ്മളൊക്കെ ശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ പറഞ്ഞു വെച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ നല്ല കാര്യങ്ങളും ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തോ അതിൽ ബറക്കത്തില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖലീലുൽ ബറക, അവിടെ ബറക്കത്ത് കുറവായി. അത്രയും വലിയ ഒരു മുസ്ലിമിന്റെ ഒരു രക്ഷാ കവചമാണ് ബിസ്മില്ലാഹ്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ 3 കാലങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 3 കാലങ്ങൾ: ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. ഈ 3 കാലങ്ങളും അടങ്ങിയിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മ് അല്ലാഹ്, രണ്ടാമത്തത് അർ-റഹ്മാൻ, മൂന്നാമത്തത് അർ-റഹീം. ഈ 3 ഇസ്മും വളരെ പ്രധാനപ്പെട്ട ഇസ്മുകളാണ്.
അതുകൊണ്ടല്ലേ മഹാന്മാരും ഇടക്കിടക്ക് നമ്മൾ ചൊല്ലണം യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം. ഈ ദിക്റിന് വലിയ പവറാണ്. നമ്മുടെ മാസത്തിൽ സ്വലാത്ത് നടക്കുമ്പോൾ നമ്മളത് ചൊല്ലാറുണ്ട്. അത് ഡയലി എല്ലാ ദിവസവും ഒരു 100 വട്ടം ചൊല്ലാൻ കഴിഞ്ഞാൽ വലിയ മഹത്വം അതിനുണ്ട്. അതുകൊണ്ടാണ് അസർ മുതൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് മഹാന്മാരുടെ വദീഫകളിൽ നമ്മളോട് അതൊന്ന് ചൊല്ലൂ, അത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകും എന്ന് പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്ന 3 ദിക്റുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണത്. അതിൽ ഒന്നേതാണ് 3 ദിക്റുകളിൽ ഒന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതൊരു 100 തവണ അസർ മുതൽ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചൊല്ലണം. 2 യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം. ഇതും ഒരു 100 തവണ ചൊല്ലണം. മൂന്നാമത്തേതാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം കമാ തുഹിബ്ബു വതർദാ അദദ മാ തുഹിബ്ബു വതർദാ. ഇതും ഒരു 100 തവണ അസർ മുതൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളത് ചൊല്ലി തീർത്താൽ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. അല്ലാഹു ചൊല്ലാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്കൂ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അല്ലാഹ് എന്ന് ഉച്ചരിക്കേണ്ടത് എവിടെ വെച്ചാണ്? ഇതൊക്കെ ഓരോന്നും രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹ് എന്ന് പറയേണ്ടത് നമ്മൾ അല്ലാഹ് ഉച്ചരിക്കുന്ന ആ സ്ഥലത്ത് തഅലീമായിട്ട് അല്ലാഹ്. അപ്പൊ അല്ലാഹ് എന്ന ഇവിടെ തന്നെ ആ നാവിനെ വെച്ച് അല്ലാഹ് എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഉച്ചാരണം ശരിയായ രൂപത്തിലേക്ക് വരികയുള്ളൂ. ഇത് നോക്കൂ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ അൽ വാജിബുൽ വുജൂദി ബിദ്ദാത്ത്. അറബിയിൽ അതിനൊരു മായനയുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാകാനുള്ള അർത്ഥം എന്താണ്? ഉണ്ടാവൽ നിർബന്ധമായ ഉലൂഹിയത്തിന്റെ, ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ദൈവികതയുടെ എല്ലാ വിശേഷണങ്ങളും സമ്മേളിച്ച പരിശുദ്ധമായ സത്തയുടെ പേരാണ് അല്ലാഹ്. നിങ്ങൾ നോക്കൂ, പടപ്പുകളെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. ആ പടപ്പുകളെ ഉണ്ടാക്കി എന്നത് ഭൂതകാലമാണ്. അപ്പൊ അല്ലാഹ് എന്നത് ഒരു ഭൂതകാലമായിട്ട്, കഴിഞ്ഞുപോയ ഒരു കാലമായിട്ട് നമുക്കവിടെ മാറ്റിവെക്കാം. ഇനിയോ അർ-റഹ്മാൻ. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യം ചെയ്യുന്നവൻ എന്നതാണല്ലോ അതിന്റെ അർത്ഥം. ആ കാരുണ്യം എങ്ങനെയാണ്? അതേ അല്ലാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുന്ന പടപ്പുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ സൃഷ്ടികൾ. ആ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കും ഭയപ്പെടാതെ ജീവിക്കുന്നവർക്കും അനുഗ്രഹം ചെയ്യുന്നവനായ അല്ലാഹ്. അപ്പോൾ ഇപ്പോൾ കാരുണ്യം ചെയ്യുന്നവൻ അത് വർത്തമാന കാലമാണ്. അപ്പൊ അല്ലാഹ് എന്നത് കഴിഞ്ഞുപോയ കാലത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അർ-റഹ്മാൻ എന്നത് ഈ വർത്തമാന കാലത്തെ സൂചിപ്പിക്കുന്നു. ഇനി മൂന്നാമത്തെ ബിസ്മിയിലുള്ളത് അർ-റഹീം. അതിന്റെ അർത്ഥവും കാരുണ്യം ചെയ്യുന്നവൻ എന്നതാണല്ലോ. എന്നാൽ ആ കാരുണ്യം എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ ഉണ്ടാക്കി വെച്ചു. ആ സൃഷ്ടികൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തു. അതിനാണല്ലോ വഴിപ്പെടുക എന്ന് പറയുന്നത്. അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് നാളെ പാരത്രിക ലോകത്ത് അനുഗ്രഹം ചെയ്യുന്നവനായ അല്ലാഹ്. ഇതാണ് റഹീം എന്നതിന്റെ അർത്ഥം. അപ്പോൾ റഹീം എന്നത് വരാൻ പോകുന്ന ഭാവി കാലത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ അല്ലാഹ് എന്ന ഇസ്മുണ്ട്, അർ-റഹ്മാൻ എന്ന ഇസ്മുണ്ട്, അർ-റഹീം എന്ന ഇസ്മുണ്ട്. അല്ലാഹ് എന്നതിനെ വേണമെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ടെൻസ് ആയിട്ട്, കഴിഞ്ഞുപോയ കാലമായിട്ട് നമുക്കതിനെ രൂപപ്പെടുത്തിയെടുക്കാം. എന്നാൽ റഹ്മാൻ എന്നതിനെയോ
റഹ്മാൻ എന്നതിനെ പ്രസന്റ് ടെൻസ് ആയിട്ട് വർത്തമാന കാലമായിട്ട് അതിനെയും നമുക്ക് സൂചന നൽകാം. റഹീം എന്നത് ഫ്യൂച്ചർ ടെൻസ് ആയിട്ട് ഭാവികാലമായിട്ട് അതിനെയും നമുക്ക് സൂചന നൽകാം. അപ്പോൾ ഈ മൂന്ന് ഇസ്മുകളും നാം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ചൊല്ലിയാൽ ആ കാര്യം പടച്ച റബ്ബിനെ ഏൽപ്പിക്കലാണ്, അല്ലാഹുവിനെ തവക്കുൽ ചെയ്യലാണ്. അങ്ങനെ തവക്കുലാക്കുമ്പോഴാണ് അല്ലാഹുവിനുള്ള നന്ദിയാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമൽ ചെയ്യാനുള്ള തൗഫീഖ് ഇട്ട് തരുന്നത്. ആ തൗഫീഖ് ഇട്ട് തരാനാണല്ലോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മോനെ, ഏത് നല്ല കാര്യം ചെയ്യുമ്പോൾ നീ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തർ. അത് നീ ചൊല്ലിയിട്ടില്ലെങ്കിൽ നിനക്ക് ബറക്കത്തില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വെറുതെ അല്ലല്ലോ നമ്മളോട് ബിസ്മി ചൊല്ലാൻ കൽപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുകയാണ്. ആ കഴിക്കുന്ന സമയത്ത് അല്ലാഹ് എന്ന ഇസ്മുണ്ടല്ലോ അതിൽ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹുവാണ് ഈ ഭക്ഷണം ഉണ്ടാക്കി. അത് നെല്ല് വാങ്ങി അതിൽ നിന്ന് വിത്ത് മുളച്ച് ആ വിത്ത് ഇങ്ങനെ വലുതായി വലുതായി ഒരു നെൽക്കതിരായി, പിന്നെ അത് കൊയ്തെടുത്ത് നെല്ല് അത് മെഷീനിലിട്ടോ അല്ലെങ്കിലോ ഇടിച്ചിട്ടോ അത് നമുക്ക് അരിയായി വരുന്നു. ആ അരി അത് നമ്മൾ പാചകം ചെയ്യുകയാണ്. അങ്ങനെ ഇത് ഉണ്ടാക്കിയവൻ അല്ലാഹുവാണ് എന്ന ചിന്ത അതിലൂടെ നമുക്ക് ഉണ്ടാവണം. അർ-റഹ്മാൻ, ഈ ഉരുള ഭക്ഷണം അത് ചോറായി. ഇനി ഉരുള കഴിക്കാനുള്ള സഹായം അല്ലാഹു തരണം. അല്ലാഹു തരാതെ നമുക്കിത് കഴിക്കാൻ കഴിയില്ല. പണം ധാരാളമുണ്ട്, ഭക്ഷണം ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കഴിയാത്തവർ എത്ര പേരുണ്ട്? ഭക്ഷണം ഒരു ഉരുള തൊണ്ടയിലൂടെ ഇറങ്ങാത്തവർ എത്ര പേരുണ്ട്? പക്ഷേ ഈ ഉരുള ഉണ്ടാക്കിയിട്ട് എന്റെ റബ്ബ് എന്നെ സഹായിച്ചാലല്ലാതെ എന്റെ തൊണ്ടയിലൂടെ ഈ ഭക്ഷണം ഇറങ്ങൂലല്ലോ. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ, പണം ധാരാളമുണ്ട്, പക്ഷേ അവരുടെ തൊണ്ടയിൽ കുയലിട്ട് പിടിക്കുകയാണ്. ആ കുയലിലൂടെ അവരുടെ ഭക്ഷണങ്ങൾ ജ്യൂസാക്കി കൊടുത്ത് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തൊണ്ടയിലൂടെ ഭക്ഷണം ഇറക്കാൻ കഴിയുന്നില്ല. പടച്ചറബ് നമുക്ക് തന്ന നിഅമത്ത് എത്രയാണ്. നമുക്കത് ഉരുളയാക്കി നമ്മുടെ വായിലേക്ക് ഇടാൻ കഴിയുന്നു. ആ വായിലൂടെ തൊണ്ടയിലൂടെ ഇറങ്ങുന്നു. ഏത് ടേസ്റ്റുള്ള ഭക്ഷണവും നമുക്കത് കഴിച്ചതിന്റെ സ്വാദിഷ്ടങ്ങൾ അത് നല്ല രുചിയോടുകൂടെ കഴിക്കാനും അതിന്റെ ടേസ്റ്റ് അറിയാനും നമുക്ക് കഴിയുന്നു. അല്ലാഹു തന്ന നിഅമത്തല്ലേ അർ-റഹ്മാൻ. ഈ ഉരുളയിൽ കഴിക്കാൻ റബ്ബ് സഹായിക്കണം എന്നൊരു അർത്ഥം കൂടെ അതിലുണ്ട്. മൂന്നാമത്തെ പദമാണല്ലോ അർ-റഹീം. അർ-റഹീം എന്നതിനെ ഭാവികാലമായിട്ട് ചിത്രീകരിക്കുമ്പോൾ, സൂചന നൽകുമ്പോൾ ഈ ഒരു ഉരുള വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉദാഹരണമായി പറയാം. ഈ ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നു. വയറിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ഈ ഭക്ഷണമാണല്ലോ നമുക്ക് ഊർജം നൽകുന്നത്. ഈ
ഈ ഭക്ഷണമാണല്ലോ നമുക്ക് ശരീരത്തിന് നല്ല ഉന്മേഷം തരുന്നത്. ഈ ഭക്ഷണം കൊണ്ട് നമുക്ക് നമ്മുടെ വൃക്കയിലേക്ക് ചെന്ന് അത് അരിച്ചെടുത്ത് അതിന്റെ വേണ്ട വിധത്തിൽ ഊർജം നൽകാൻ അത് സഹായിക്കുന്നു. വേസ്റ്റായത് വേസ്റ്റായി തള്ളാനും അത് സഹായിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ എത്ര നിഅമത്താണ് റബ്ബ് നമുക്ക് തന്നത്. ഡയാലിസിസ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്. അവർക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ, അവർക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ വെള്ളം കുടിക്കാൻ. നമുക്ക് അങ്ങനെയൊന്നും തന്നിട്ടില്ലല്ലോ. റബ്ബ് എത്ര നിഅമത്താണ് നമുക്കൊക്കെ തന്നിട്ടുള്ളത്. അത് ആലോചിച്ച് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ആ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വയറ്റിലേക്ക് എത്തുന്ന ഈ ഭക്ഷണം ഉണ്ടല്ലോ, അങ്ങനെ തന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും ഒന്നും കിട്ടൂല, വേസ്റ്റായിട്ട് അതും പോകൂല. ഇടങ്ങാറായിട്ട് നമ്മൾ എത്ര പ്രയാസപ്പെടുന്നു നിങ്ങളെ, അവിടെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ റബ്ബ് എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും തരുന്നവനാണല്ലോ. എന്റെ റബ്ബ് എന്റെ ഭക്ഷണം ഞാൻ കഴിച്ചാൽ അത് വേണ്ട വിധത്തിൽ ഊർജം തരുന്നു. വേസ്റ്റായി പോകേണ്ടത് അങ്ങനെയും പോകുന്നു. അൽഹംദുലില്ലാഹ്. നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാകില്ലല്ലോ. ആലോചിച്ചു നോക്കൂ, വയറങ്ങ് സ്തംഭിച്ചു പോയിട്ട് അതേ ഭക്ഷണം കഴിച്ചു, പിന്നെ ഇത് ദഹിക്കാതെ ദഹനക്കേടിന്റെ പ്രശ്നം കൊണ്ട് അസ്വസ്ഥരാകുന്നവർ എത്ര പേരുണ്ട്. പിന്നെ ഏതാ നഴ്സുമാര് വന്ന് കയ്യുറയും ധരിച്ച് മലദ്വാരത്തിലൂടെ കൈയിട്ട് വലിച്ചെടുക്കുന്ന എത്ര രോഗികളുണ്ട്. നമുക്കങ്ങനെയൊന്നും പ്രയാസപ്പെടാൻ, അങ്ങനെയൊന്നും പ്രയാസം നമ്മൾ സഹിച്ചിട്ടില്ലല്ലോ. റബ്ബ് എത്ര നിഅമത്താണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ പ്രയാസപ്പെടുന്നവരെ കാണുമ്പോഴാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹ് അർ-റഹ്മാൻ അർ-റഹീം ഈ പദം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നോക്കണം, വീട്ടിൽ അടുക്കളയിലേക്ക് പോകണം. ഒരു തരി ഭക്ഷണം വേസ്റ്റായി കളയരുത്. എത്രയാണ് വേസ്റ്റായി തള്ളുന്നത്? തലേ ദിവസത്തെ ഭക്ഷണം വേസ്റ്റായി കളയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഒരു തക്കാളി, ആ തക്കാളിന്റെ ഒരു ഭാഗത്ത് ചിലപ്പോൾ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി മുറിച്ച് ബാക്കിയുള്ളത് നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതങ്ങനെ തന്നെ ഒഴിവാക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. അതേ രൂപത്തിൽ തന്നെ തലേ ദിവസത്തെ ബാക്കിയുള്ള ഭക്ഷണം നമ്മുടെ ഉമ്മമാര് പലപ്പോഴും ഒരു ബാക്കി തിന്നുന്നവരായി മാറാൻ പാടില്ല. അതിനെന്ത് വേണം? അതിന് പുരുഷന്മാര് സഹായിക്കണം. തലേ ദിവസം നല്ല ഭക്ഷണമുണ്ട്, പക്ഷേ അതൊന്നും പറ്റൂല, നമുക്ക് നാസ്ത കഴിക്കാൻ പുതിയത് വേണം. ഉച്ചക്കോ രാവിലെ ഉണ്ടാക്കിയത് കുറെ ഉണ്ട്, ഉച്ചക്ക് അതും പോരാ, നമുക്ക് പുതിയത് വേണം. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകരുത്. എന്തേ നമുക്ക് നമ്മുടെ ഉമ്മമാരപ്പോ ഇന്നലത്തെ ഭക്ഷണമുണ്ട് ബാക്കിയെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് നമ്മളെല്ലാവരും സഹകരിച്ച് ഒന്ന് ഭക്ഷണം കഴിച്ചാൽ, എങ്കിൽ ആ ഉമ്മ തലേ ദിവസം ഉണ്ടാക്കിയത് വളരെ ഇടങ്ങറായി തിന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകേണ്ട ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അവരും നമ്മുടെ കൂടെ പുതിയ ഭക്ഷണം കഴിക്കട്ടെ എന്നൊരു ചിന്ത വേണം. പണ്ടൊരാൾ വെറ്റില തിന്നതായി ഒരു കഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താണ് സംഭവം? ഒരാള് വെറ്റില കൊണ്ടുവന്നു. ആ വെറ്റില മുകളിലെ വെറ്റില പഴുത്തതാണ്, മുകളിലെ വെറ്റില പഴുത്തതാണ്. അപ്പൊ അദ്ദേഹം കരുതി ഈ വെറ്റില നീ കളഞ്ഞിട്ട് വേസ്റ്റാക്കണ്ടല്ലോ എന്ന് കരുതി ചുണ്ണാമ്പും തേച്ചിട്ട് ആ വെറ്റില കൊയ്ത്തത് അയാള് ചുരുട്ടി വെറ്റില കഴിച്ചു. അങ്ങനെ പിറ്റത്തെ ദിവസം നോക്കിയപ്പോ അട്ടിങ്ങല വെച്ചതല്ലേ, പിറ്റത്തെ ദിവസം ഒരു ഇല പഴുത്തിട്ടുണ്ട്, അതും വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം അങ്ങനെ തന്നെ ചുണ്ണാമ്പും പുരട്ടി അതും കഴിച്ചു. പിറ്റത്തെ ദിവസം നോക്കിയപ്പോ അതിന്റെ മുകളിലുള്ള ഒരു ഇല പഴുത്തിട്ടുണ്ട്, അപ്പൊ അതും വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് അതും ചുണ്ണാമ്പും തേച്ച് കഴിച്ചു. ചുരുക്കി പറഞ്ഞാൽ അയാൾ എല്ലാ ദിവസവും ഈ പഴുത്തതേ തിന്നിട്ടുള്ളൂ, പഴുത്ത വെറ്റിലേ തിന്നിട്ടുള്ളൂ. എന്നിട്ട് പറഞ്ഞു വല്ലിപ്പ എല്ലാ ദിവസവും പഴുത്ത വെറ്റിലേ തിന്നിട്ടുള്ളൂ, അപ്പൊ അതിന് നിൽക്കണ്ടല്ലോ. ആദ്യത്തെ ആ ഇല എല്ലാരും കൂടെ കൂട്ടിയിട്ട് അതൊന്നും തിന്നു കഴിഞ്ഞാൽ
പിന്നത്തെ എല്ലാവർക്കും പച്ച തിന്നാമല്ലോ എന്ന ആ കഥയിൽ ഒരു പാഠമായിട്ട് പറയുന്നുവെങ്കിൽ നമ്മൾ തീർത്തും മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിലെ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കി കളയരുത്. തലേ ദിവസത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് ആ ഭക്ഷണം എല്ലാവരും കൂടെ കഴിച്ച് പിന്നെ നമുക്ക് എല്ലാവർക്കും പുതിയ ഭക്ഷണം കിട്ടുമല്ലോ. അങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കി കളയരുത്. നമ്മുടെ ഉമ്മമാര് മാത്രം പഴയത് മാത്രം തിന്നുന്നവരെയും ആക്കി മാറ്റാൻ നമ്മൾ പാടില്ല എന്ന് സാന്ദർഭികമായി നാം ഓർമ്മപ്പെടുത്തുകയാണ്. അതേ രൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹമാണ് ഭക്ഷണം എന്ന ചിന്തയോടുകൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഭക്ഷണം കിട്ടാതെ എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് തന്ന ഈ നിഅമത്ത് നമ്മൾ ഒരിക്കലും തന്നെ ഭക്ഷണത്തിലൂടെ വേസ്റ്റാക്കലും ദൂർത്തടിക്കലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, വിഷയത്തിലേക്ക് തന്നെ വരാം. ഇമാം ബൂനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശംസുൽ മആരിഫ് വ ലതായിഫുൽ അമാരിഫ് എന്ന ഗ്രന്ഥത്തിൽ ബിസ്മിയുടെ മഹത്വം പറയുന്നു. അറിയണം അന്ന അവ്വല സ്വഹീഫത ഇബ്രാഹിം അലൈഹിസ്സലാം ബിസ്മില്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏടുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടുത്തെ ഏടിന്റെ ഹെഡ് ലൈനായിട്ട് ആദ്യ വരിയായിട്ട് കാണാൻ കഴിയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. വകദാലിക സ്വഹീഫത്തു നൂഹ് അലൈഹിസ്സലാം. ഇതേ പ്രകാരം തന്നെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഏടുകളുടെ വരിയും അതിലെ ഒന്നാമത്തെ വരിയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. വൽ ഖുർആനോ, എന്നാൽ ഖുർആൻ എടുത്ത് മറിച്ച് നോക്കിയാലും അതിലെ ഒന്നാമത്തെ വരി അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. വഅവ്വലുൽ വഹ്യി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി ഇറക്കപ്പെട്ടതും അത് ബിസ്മി ചൊല്ലണം എന്ന കൽപ്പന കൊണ്ടാണ്. ആദ്യമായി ഇറങ്ങിയ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നതാണല്ലോ. അങ്ങയെ സൃഷ്ടിച്ച അങ്ങയുടെ റബ്ബിന്റെ നാമം കൊണ്ട് അങ്ങ് വായിക്കണം എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് വായിക്കണം എന്നതാണല്ലോ. അതുകൊണ്ട് ബിസ്മിയുടെ മഹത്വം വലുതാണ് എന്ന് പറഞ്ഞിട്ട് മഹാന്മാർ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഏടുകൾ കിതാബുകൾ ഇത് നമ്മൾ കേൾക്കുക. എന്താ ഈ ഏടുകളും കിതാബുകളും തമ്മിലുള്ള വ്യത്യാസം? ഏട് എന്ന് പറഞ്ഞാൽ അതില് നിയമങ്ങൾ മാത്രം ഉള്ളതാണ്. നിയമങ്ങൾ മാത്രമേ ഏടുകളിൽ ഉണ്ടാവൂ. കിതാബ് എന്ന് പറഞ്ഞാലോ, കിതാബ് അത് നിയമങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്, വിരോധനകളുണ്ട്, ഉപദേശങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്. ഇതെല്ലാം അടങ്ങിയതാണ് കിതാബുകൾ. ആ കിതാബുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ഗ്രന്ഥങ്ങളാണ് ഇറക്കിയത്. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത്, ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂർ, ഈസാ നബി അലൈഹിസ്സലാമിന് ഇൻജീൽ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനുൽ അദീം വിശുദ്ധ ഖുർആനും ഇറക്കപ്പെട്ടു. ഏടുകൾ 100 ഏടുകളാണ് അല്ലാഹു ഇറക്കിയത്. ആദം നബി അലൈഹിസ്സലാമിന് 10 ഏടുകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 10 ഏടുകൾ, ഷീഫ് നബി അലൈഹിസ്സലാമിന് 50 ഏടുകൾ, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് 30 ഏടുകൾ. ഇങ്ങനെയാണ് 100 ഏടുകളും 4 കിതാബുകളും. എന്നാൽ വിശുദ്ധ ഖുർആൻ വന്നതോടുകൂടെ മറ്റുള്ളതെല്ലാം ദുർബലപ്പെട്ടു. ഇനി അവ നോക്കി നിയമം കണ്ടെത്താൻ നമുക്ക് പാടില്ല. ഖുർആൻ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും നാമാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. ആ വിശുദ്ധ ഖുർആനിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
ഒരൊറ്റ സംഭവം പറയാൻ മറക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സംബന്ധിച്ച് ബിസ്മിയുടെ ഒരു മഹത്വം നമുക്ക് പറഞ്ഞു നിർത്താം. സുഹൃത്തുക്കളെ, റസിന്റെ വേദനയാൽ മനം വിഷമിച്ചു കൈസർ ചക്രവർത്തിയും ഒരു ദിനം. റസിന്റെ വേദന എന്ന് പറഞ്ഞാൽ തലവേദന. തലവേദന കൊണ്ട് കൈസർ ചക്രവർത്തി, കൈസർ രാജാവ് വളരെ വിഷമിക്കുകയാണ്. മാറാത്ത രീതിയിൽ നീണ്ടു നിന്ന വേദന ചികിത്സിച്ച പലരും ഒഴിഞ്ഞു, ഏനി വഴി എങ്ങനെ മാറാത്ത രീതിയിൽ തലവേദന നിന്നു നിൽക്കുകയും ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് കരുതി ആ കൈസർ രാജാവ് വളരെ വിഷമിക്കുകയും ചെയ്യുകയാണ്. ഇനി എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെ ആലോചിച്ചു നോക്കിയപ്പോഴാണ് ഞാനൊരു കത്തെഴുതിയാലോ? ഇവിടത്തെ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണല്ലോ. അതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബിന് കത്തെഴുതുന്നു, പരിഹാരമെന്താ പറയണേ മരുന്നൊന്ന്. ഈ വിഷയം തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. കതബ കൈസറുൻ, കൈസർ രാജാവ് കത്തെഴുതുകയാണ്. ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്. എന്താണ് കത്തിലുള്ള വിഷയം? അന്നബി സുദാൻ ലാ യസ്കുനൂ, അല്ലയോ ഉമർ തങ്ങളെ, എനിക്ക് നല്ല തലവേദനയുണ്ട്, അത് മാറുന്നില്ല. അതുകൊണ്ട് തങ്ങൾ എനിക്കൊരു മരുന്ന് കൊടുത്തയക്കണേ. കത്തിന് മറുപടിയായി മഹാൻ കൊടുത്തന്ന്, തലയിൽ ധരിക്കാനും പലൻ സുവത്തൊന്ന്. അല്ലയോ കൈസർ രാജാവേ, ഞാനൊരു കലൻസുവത്ത്, തലയിൽ ധരിക്കാൻ ഒരു തൊപ്പി കൊടുത്തയക്കുന്നുണ്ട്. തഫ്സീറുൽ കബീറിൽ ഇതേ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഫബഅസ ഇലൈഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലൻസുവ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈസർ രാജാവിന് കൊടുത്തയക്കുന്നു ഖലൻസുവ, ഒരു തൊപ്പി കൊടുത്തയക്കുകയാണ്. അങ്ങനെ കൊടുത്തയച്ചു. വാങ്ങിച്ചു രാജൻ തൊപ്പി ശിരസിൽ ചൂടി, ക്ഷണം തന്നെ വേദനയും സ്ഥലം വിട്ടോടി. ആ കലൻസുവത്ത് കിട്ടലും അത് ധരിക്കലോടുകൂടെ തലയിൽ നിന്ന് ആ വേദന എങ്ങോട്ടോ പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മറ്റൊരു രഹസ്യം എന്താണെന്നറിയോ? മാറ്റുന്ന പക്ഷം തലയിലേക്ക് അതു ചാടും, ധരിക്കുന്ന പക്ഷം തിരിഞ്ഞു നോക്കാതോടും. സുബ്ഹാനല്ലാഹ്, ആ കലൻസുവത്ത് ധരിച്ചാൽ തലവേദന പോകുന്നു. കലൻസുവത്ത് അഥവാ തൊപ്പി അങ്ങ് മാറ്റിയാൽ അതാ തലവേദന വരികയും ചെയ്യുന്നു. ആ തൊപ്പി രാജാവിന്റെ തലയിൽ വെച്ചാൽ തലവേദനമാകുന്നു. ആ തൊപ്പി തലയിൽ നിന്നൂരിയാലോ തലവേദന വീണ്ടും വരുന്നു. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഇത് കണ്ടു അത്ഭുതപ്പെട്ടു രാജൻ തൊപ്പിയും എടുത്തൊന്നു പരിശോധിച്ചതിൻ്റെ അകമൊക്കെയും. രാജാവ് എന്താണ് തന്റെ അത്ഭുതം? തലയിൽ നിന്ന് ആ തൊപ്പിയൊന്ന് ഊരിയിട്ട് അതിന്റെ ഉള്ളൊക്കൊന്ന് പരിശോധിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, അതേ തഫ്സീറുൽ കബീറിൽ കാണാൻ കഴിയും. രാജാവ് അത്ഭുതപ്പെടുകയാണ്. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ആ കലൻസുവത്ത് എടുത്ത് അതിന്റെ അകവും പുറവും ഒന്ന് പരിശോധിച്ചു നോക്കുകയാണ്. അപ്പോൾ ലഭിച്ച രാജനും നറുക്കൊന്ന്
അതിൻ്റെ ഉള്ളടക്കം അറിയുവാൻ പൊളിക്കുന്ന്. സുബ്ഹാന റബ്ബി കണ്ടതോ ബിസ്മില്ലാഹ്, അത് മുഴുവനും അല്ലാതെ മറ്റൊന്നില്ല. ആ കലൻസുഖത്ത് ആ തൊപ്പിയൊന്ന് തുറന്നു നോക്കി, അതിന്റെ ഉള്ളിൽ ഒരു നമുക്ക് കാണുകയാണ്. ആ തൊപ്പിയിൽ നിന്ന് ആ നറുക്കൊന്നെടുത്തു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അത് ഒരു തോലിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി തുന്നിപ്പിടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പവറാണ് നമ്മളവിടെ കണ്ടത്. ആ കൈസർ രാജാവ് തൊപ്പി ധരിക്കുമ്പോൾ തലവേദന പോകുന്നു, തൊപ്പി ഉരിയാനോ തലവേദന വരുന്നു. അത്രയും വലിയ പവറുള്ളതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുകൾ നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാൻ കഴിയും. ബിസ്മിയുടെ ഓരോ മഹത്വങ്ങളും ഇങ്ങനെ പറയുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും വല്ലാത്തൊരു ആവേശം നമുക്ക് തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നല്ല നാഫിയായ ഇൽമ് നമുക്ക് അല്ലാഹു അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. എല്ലാവരും നിൽക്കണം, അടുത്തോട് വരണം. വളരെ ആത്മാർത്ഥതയോടുകൂടെ നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ആക്രമ ബൈത്ത് ചൊല്ലുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ അകറ്റി തരുമാറാവട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك عند طلوع للحديث العميم مولاي صل وسلم دائما أبدا على حبيبك الخلق كلهم ولن يغلب رسول الله جاءك به إذا الكريم تجلى باسم منتقم مولاي الخلق كلهم فإنا من جودك دنيا وقامتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا للخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا الخلق كلهم لعل أحمد بحين يقسمها تأتي على حسب العصيان في الحساب مولاي صل دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير
الدارين إن له صبرا ما تدعوه الأهوال ينهزمي مولاي صل وسلم دائما أبدا بك خير الخلق كلهم وابذل لي صحب صلاة منك دائمة على النبي منكلم منسجم مولاي صل وسلم دائما أبدا للخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا رنت عذبات البال ريح صباح وأطرم العيس حر العيس بالنغم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي للنار من آمنا على حبيبك للخلق كلهم അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ഖബൂലാക്കി തരുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ സദസ്സിലേക്കുള്ള ചായ
നമ്മുടെ മുബാറക്കിനെ വാഫുകാക്കാൻ്റെ ഉപ്പാൻ്റെ ആളുടെ നാളെ അതിൻ്റെ വകയാണ് ഇന്നത്തെ നമ്മുടെ സദസ്സിലെ കുറിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉപ്പാൻ്റെ ഖബർ വിശാലമാക്കട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. മകൻ ചെയ്യുന്ന ഇത്തരം ദാനധർമ്മങ്ങളുടെ ബറക്കത്തുകൊണ്ട് ഖബറിലേക്ക് അല്ലാഹു പ്രകാശം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതേ രൂപത്തിൽ എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിൽ ക്യാൻസർ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാൻ, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. അതുപോലെ നമ്മുടെ അബ്ദുള്ള ഹാജി ചെറിയൊരു പ്രയാസം വന്നു, അല്ലാഹു അദ്ദേഹത്തിന് പരിപൂർണ്ണ ശിഫ കൊടുക്കുമാറാകട്ടെ. അങ്ങനെ തുടങ്ങി നാമുമായി ബന്ധപ്പെട്ടവർ പലരും രോഗികളുണ്ടെങ്കിൽ അല്ലാഹു ശിഫ കൊടുക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടവർക്ക് വേണ്ടി സാധാരണ പോലെ ഒരു 10 തഹ്ലീൽ ചൊല്ലി നമ്മൾ ദുആ ചെയ്യുന്നു. അതോടൊപ്പം അടുത്ത ഞായറാഴ്ച നമ്മുടെ സ്വലാത്താണ്. സ്വലാത്തിനെ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഗ്രൂപ്പിലൂടെ കാണുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സംഖ്യ അതിലേക്ക് ഗൂഗിൾ പേയോ നേരിട്ടോ അത് നിങ്ങൾ അയച്ചു കൊടുത്താൽ നമുക്ക് മാസത്തിൽ ഒരു ദിവസം അതൊന്ന് ഉഷാറാക്കാൻ കഴിയുമെങ്കിലും എല്ലാവരും അതിലേക്ക് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അഫ്ദലൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകഫി മസീദൻ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد. അർഹം റഹീമായ അല്ലാഹ്, നിന്റെ വിശുദ്ധ ഖുർആനിലെ ബിസ്മി ഞങ്ങൾ പ്രതിപാദിച്ചു റഹ്മാനെ. ആമീൻ. ഞങ്ങളെ കബൂലാക്കണേ റഹ്മാൻ. എല്ലാ നല്ല കാര്യങ്ങളിലും ബിസ്മി ചൊല്ലി തുടങ്ങാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ. കൃത്യമായും സുബ്ഹി ജമാഅത്തിലും അല്ലാത്ത ജമാഅത്തുകളിലും പങ്കെടുക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാൻ. ജുമുഅക്ക് കൃത്യമായി വളരെ നേരത്തെ പള്ളിയിലെത്താനുള്ള തൗഫീഖ് നൽകണേ റഹ്മാൻ. അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങളും ഞങ്ങൾക്ക് ചെയ്യാനുള്ള തൗഫീഖ് തരണേ റഹ്മാൻ. ഒരു സൽക്കർമ്മങ്ങളും നീ ഖായിബാക്കി ഞങ്ങളിൽ നിന്ന് മടക്കരുത് റഹ്മാൻ. ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവൻ നല്ല പൊന്നായ രൂപത്തിൽ ഇഖ്ലാസോടെ തഖ്വയോടെ നിന്നിലേക്ക് സമർപ്പിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാൻ. ഒന്നുപോലും നീ ഖായിബാക്കി മടക്കരുത് റഹ്മാൻ. നിന്റെ മഹാന്മാര് ചെയ്തതുപോലെ നിന്റെ ഹുലിയാങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾക്ക് അമലുകളൊന്നും ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ ചെയ്യുന്ന അമലുകൾ നീ ഹായിവാക്കി മാറ്റിയ പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ഇന്നലകളിൽ എന്തെല്ലാമോ ചാബല്യങ്ങളോ തെറ്റുകുറ്റങ്ങളോ ചെയ്തത് ഒരിക്കലും നിന്നെ ധിക്കരിച്ചിട്ട് ചെയ്തിട്ടില്ല റബ്ബേ. പൈശാചിക അടിമത്തി വിട്ടോ അതല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന്റെ ഹവൻ നഫ്സിന് വിധേയമായിട്ടോ ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ മുഴുവൻ നീ ഞങ്ങളിൽ നിന്ന് മാപ്പാക്കി തരണേ അല്ലാഹ്. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഇനി എത്രയാണോ നീ ഞങ്ങൾക്ക് ആയുസ് നിശ്ചയിക്കുന്നത് അത്രയും കാലം നിന്റെ പൊരുത്തത്തിലായി നിനക്ക് ഇബാദത്ത് ചെയ്ത് നിന്റെ ത്വാഅത്തിലായി ഞങ്ങളുടെ ജീവിതം നീ ക്ലിയറാക്കി തരണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും സ്വലാഹിന്റെ ഫലാഹിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ റഹ്മാനെ. ഒന്നിനെ പോലും വിദഅത്തിന്റെ ആശയക്കാരായി കടപ്പെടുത്തരുത് റഹ്മാനെ. മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഉപ്പയുടെ മയ്യത്ത് വെച്ചാൽ ഖുർആനോദാത്ത ഒരു കക്ഷിയുടെ ആളായിട്ട് ഞങ്ങളുടെ മക്കളെയോ പരമ്പരയെയോ നീ പെടുത്തരുത് റഹ്മാനെ. അത്തരം ദുർഭാഗ്യവാന്മാരിൽ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആശയങ്ങൾ അടിയുറച്ച് ജീവിതത്തിൽ പകർത്തുന്നവർ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത്
ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടി ഒരു രൂപ പോലും കടമില്ലാത്ത രൂപത്തിൽ ഞങ്ങൾക്ക് റാഹത്തായി മരിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും വളരെ റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. റബ്ബേ അവസാനം ആഖിബത്തിൽ നന്നായി മരിക്കാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ റഹ്മാനെ. ആഖിബത്തിൽ ഒരുപാട് സംഭവിക്കുന്ന രൂപത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളാക്കി കളയരുത് റഹ്മാനെ. റബ്ബേ നിന്റെ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം ഞങ്ങളുടെ റൂഹിനെ പിടിക്കുന്ന സമയം അത് വല്ലാത്ത ബേജാറാകുന്ന സമയമാണ് റഹ്മാനെ. ആ സമയത്ത് സന്തോഷത്തോടുകൂടെ നല്ല മുഅ്മിനീങ്ങൾ മരിക്കുന്നത് നിന്റെ മഹാന്മാരായ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിച്ചുകൊണ്ടാണ്. ആ രൂപത്തിൽ ഞങ്ങൾക്ക് മരിക്കണം. നീ തൗഫീഖ് തരണേ അല്ലാഹ്, നീ തൗഫീഖ് തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل